ദില്ലി ചലോ മാർച്ചുമായി കർഷകർക്ക് നേരെ ശംഭു അതിർത്തിയിൽ പോലീസിന്റെ കണ്ണീർ വാതക പ്രയോഗം. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ശംഭു അതിർത്തിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് 11 മണിയോടുകൂടി കർഷകർ അവരുടെ ദില്ലി ചലോ മാർച്ച് ആരംഭിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും ഇപ്പോഴും കർഷകർ അവരുടെ മാർച്ച് തുടങ്ങിയിട്ടില്ല. നിലവിൽ കേന്ദ്ര സർക്കാർ വീണ്ടും കർഷകരുമായിട്ട് ഒരു ചർച്ച കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യത്തോടെ എന്തായാലും നിലവിൽ ഒരു കൃത്യമായിട്ടൊരു പ്രതികരണം കർഷക നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അത്തരം ചില ചർച്ചകൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിച്ച മാർച്ച് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ കർഷകരെ സംബന്ധിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഈ ശംഭു അതിർത്തിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് പോലീസ് കർഷകരെ തടയാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കോൺക്രീറ്റ് ബ്ലോക്കുകളടക്കമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ, ടോർച്ചുകളൊക്കെ തന്നെയാണ് പോലീസ് ഈ വഴികളിലൊക്കെ നിരത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം പോലീസിൻ്റെ നിയന്ത്രണങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷകർ JCB ഈ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. മണ്ണുമാന്തി യന്ത്രം ഉണ്ട്, അതോടൊപ്പം തന്നെ ഹിറ്റാച്ചി ഉണ്ട്. ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ കർഷകരുടെ ഭാഗത്തുനിന്നും ശംഭു അതിർത്തിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ പോലീസിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ട് ദില്ലി ചലോയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ മറ്റ് കർഷകരുടെ ട്രാക്ടറുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി കർഷകർ, 10,000-കണക്കിന് കർഷകരാണ് ശംഭു അതിർത്തിയിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഇവരുടെ ട്രാക്ടറുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആഹാര പദാർത്ഥങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് തന്നെയാണ് കർഷകർ ഇവിടെ ഈ അതിർത്തിയിൽ എന്തായാലും തമ്പടിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്നും ഒരു പ്രകോപനവും കൂടാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് രാവിലെ 11 മണിയോട് കൂടിയാണ് പോലീസ് കർഷകർക്ക് നേരെ ഒരു പ്രകോപനവും കൂടാതെ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അതിൽ ആ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത് മാത്രമല്ല, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും കർഷകർക്ക് നേരെ ഇന്നും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു പ്രതിഷേധവും എന്തായാലും ശക്തമാണ്. ഇത് ഈ ശംഭു അതിർത്തിയിൽ കർഷകർ എന്തായാലും ദില്ലി ചലോയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെയാണ് നിൽക്കുന്നത്. ഈ വിഷ്ണു തലവൂരാണ് ശംഭു അതിർത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ തരത്തിലുള്ള ഒരു ഒരുക്കമാണ് കേന്ദ്ര സർക്കാർ. പോലീസ് കർഷകരുടെ സമരത്തെ നേരിടാൻ ഒരുങ്ങുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് വരെ ടിയർ ഗ്യാസുകൾ പ്രയോഗിക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഏതായാലും ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് തന്നെയെന്ന് കർഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ്.